കൊറിന്ത്യൻസ് ചാപ്റ്റർ 6 12-20 വരെയുള്ള ദൈവവചനങ്ങളാണ്. 12 തൊട്ട് 20 വരെയുള്ള ദൈവവചനങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഈ ഒരു അധ്യായത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഒരു അധ്യായത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കൊറിന്തോസ്കാർക്ക് വേണ്ടി എഴുതുന്ന ഓരോ കത്തുകളാണ് ഈ നമ്മൾ വായിക്കാൻ പോകുന്ന ഓരോ അധ്യായങ്ങൾ എന്ന് പറയുന്നത്. കൊറിന്തോസിലെ വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന കത്തുകളാണ്. ലെറ്റേഴ്സ് ടു കൊറിന്ത്യൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഓരോ കത്തുകൾ അദ്ദേഹം എഴുതുന്നത് വളരെ മാനസികമായ വേദനയിലൂടെയാണ്. പൗലോസ്ലീഹ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ വേദനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ കത്തുകളും എഴുതുന്നത്. അതിന് തക്കതായ കാരണമുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികളായ കൊറിന്തോസിലെ വിശ്വാസികൾ അവർ ചെയ്യുന്ന ഓരോ പാപങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും അദ്ദേഹത്തെ വേദനിപ്പിച്ച ഒരു പാപം ആണ് ലൈംഗിക തെറ്റുകൾ, അതായത് ലൈംഗിക പാപങ്ങൾ, സെക്ഷൽ ഇമ്മൊറാലിറ്റി. ശരിക്കും ഇത് പൗലോസ്ലീഹയെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടുത്തെ വിശ്വാസികൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടും ചിലർ അറിവോടെ ചെയ്യുന്ന ചില പാപങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശ്വാസികളെ കൺവിൻസ് ചെയ്യുക, അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവർ അവരുടെ ശരീരത്തെ എത്തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തിലൂടെ എഴുതുന്ന ഒരു അധ്യായമാണ് 6-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാലങ്ങൾ കടന്നുപോയി, തലമുറകൾ കടന്നുപോയി, എന്നാൽ നമ്മൾ ചെയ്യുന്ന പാപത്തിനൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നൊരു സത്യാവസ്ഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥമാണെങ്കിൽ പോലും ഇന്നും ഈ ഗ്രന്ഥത്തിലെ, അല്ലെങ്കിൽ നമ്മൾ ഈ വായിക്കുന്ന ഓരോ ദൈവവചനത്തിലും ഒരുപാട് സത്യാവസ്ഥകൾ നിലനിൽക്കുന്നു എന്നതാണ്. ശരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ. ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന പാപം അത് അന്നും ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. വർഷങ്ങൾക്ക് മുമ്പും സെക്ഷൽ ഇമ്മൊറാലിറ്റി, അതായത് ലൈംഗിക പാപങ്ങൾ അന്നും നിലനിന്നിരുന്നു, ഇന്നും നിലനിൽക്കുന്നു എന്നൊരു സത്യാവസ്ഥ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു അധ്യായത്തിലൂടെ അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളുടെ ശരീരം ഒരു ദൈവാലയമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത്. ആലയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക വളരെ മനോഹരമായ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം. എന്നാൽ അതിനേക്കാളേറെ വളരെ വിചിത്രമായി തോന്നുന്നത് പൗലോസ്ലീഹ നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളുടെ ശരീരം ഒരു ആലയമാണ്. അതെങ്ങനെ ശരിയോ? എൻ്റെ ശരീരം ഒരു കെട്ടിടമാണോ? അതേ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ആ കെട്ടിടത്തിൽ വസിക്കേണ്ടവൻ ആരാണ് എന്ന് അദ്ദേഹം ഈ ഒരു അധ്യായത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വെറും മാംസവും അസ്ഥികൾ കൊണ്ട് മാത്രം നിറഞ്ഞത് മാത്രമല്ല എൻ്റെ ശരീരം, എന്നാൽ അതിനേക്കാളേറെ ഒരുപാട് സവിശേഷതകൾ ഉള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് അദ്ദേഹം ഈ ഒരു അധ്യായത്തിലൂടെ പറഞ്ഞു തരികയാണ്. എന്നാൽ നമ്മളുടെ ശരീരം നമുക്ക് സ്വന്തമല്ല. അതായത് 19-ാമത്തെ വാക്യം, 6-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം പറഞ്ഞു തരികയാണ്, എൻ്റെ ശരീരം എനിക്ക് സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ആലയമാണ്. 20-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളുടെ ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. അതായത് യേശു ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും എല്ലാം നൽകി നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം ഈ ഒരു അധ്യായത്തിൽ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശരീരം നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ ആരധികാരം തന്നു എന്നൊരു ചോദ്യവും ഉണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും? നിങ്ങളുടെ ശരീരത്തെ മലിനപ്പെടുത്തുന്നതിനെ പറ്റി എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? കാരണം ഈ ശരീരം എന്ന് പറയുന്നത് സ്വന്തം ശരീരവും രക്തവും കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആ ദൈവിക ശക്തി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തെ നമുക്ക് മലിനമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ആ ഒരു വേദനയാണ് പൗലോസ്ലീഹയെ ഇത്തരം ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളുടെ ശരീരത്തെ വളരെ പരിശുദ്ധമായി ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ശരീരത്തിൽ വസിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. നമ്മളുടെ ശരീരത്തോട് ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപങ്ങളാണ് എന്നൊരു ബോധ്യം കൂടി ഉണ്ടായിരിക്കണം. നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മളുടെ ശരീരത്തിൽ, അതായത് 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇതാണ് നമുക്ക് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം. നമ്മളുടെ ശരീരം വെച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നമ്മളുടെ ശരീരത്തെ വളരെ പരിശുദ്ധമായി
ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുക? ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ ശരീരത്തെ വളരെ വിശുദ്ധമായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കണം. ശരീരത്തിന് നല്ല ഭക്ഷണം കൊടുക്കുക, വേണ്ട വ്യായാമം ചെയ്യുക, ശരീരത്തെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക, നമ്മൾ പ്രാർത്ഥനയിലൂടെ ഭക്തിയിലൂടെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുക്കിയെടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ. അതുപോലെ നമ്മളുടെ ശരീരം എപ്രകാരം ഉപയോഗിക്കണം എന്നൊരു ഫ്രീഡം ഓഫ് ചോയ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും എടുക്കുന്ന തീരുമാനം വളരെ പരിശുദ്ധമായ വിശുദ്ധമായ തീരുമാനമായിരിക്കണം എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിനും ആത്മാവിനൊക്കെ ദോഷം വരുന്ന തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക. നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നതിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെയാണ് വേദനിപ്പിക്കുന്നത് എന്നൊരു ബോധ്യം കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ വിശുദ്ധമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. നമ്മളുടെ ശരീരം കർത്താവ് തന്ന ഒരു ദാനമാണ്. അതുകൊണ്ട് അതിനെ വിശുദ്ധമായിട്ട് പരിശുദ്ധാത്മാവിന് വസിക്കാൻ സാധിക്കത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. വളരെ സ്നേഹത്തോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും നമ്മുടെ ശരീരത്തെ പരിപാലിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കടമ നിർവഹിക്കുക എന്നതാണ്, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഏക ലക്ഷ്യം എന്ന് ഈ ഒരു അധ്യായത്തിലൂടെ പൗലോസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം.